നിയമസഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കർശന നിരീക്ഷണം തുടരുന്നതിനിടയിൽ കാറിൽ കടത്തുകയായിരുന്ന 61.5 ലക്ഷം രൂപയുമായി യുവാവ് കുമ്പളയിൽ പിടിയിൽ. 11.4 ലക്ഷം രൂപയുമായി കാസർഗോട്ടും മറ്റൊരാൾ പിടിയിൽ. ബജറ്റിനിണങ്ങിയ വിവാഹാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷനുമായി റോഷി ജ്വല്ലറി. ഡയമണ്ട് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. റോഷി ജ്വല്ലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബാങ്ക് റോഡ് ആൻഡ് കോട്ട് റോഡ്, കാസർഗോഡ്. Forever shine. നിയമസഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കുഴൽപ്പണക്കടത്ത് രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ കാസർഗോഡ് പരിശോധന ശക്തമാക്കി പോലീസ്. ബുധനാഴ്ച 2 തവണകളിലായി കാസർഗോഡ് നിന്നും കുമ്പളയിൽ നിന്നുമായി 72.9 ലക്ഷം രൂപ രേഖകളില്ലാത്ത നിലയിൽ പോലീസ് പിടിച്ചെടുത്തു. കുമ്പളയിൽ നിന്ന് 61.5 ലക്ഷം രൂപയും കാസർഗോഡ് താലൂക്ക് ഓഫീസിന് സമീപത്തെ ട്രാഫിക് സർക്കിളിനടുത്ത് വെച്ച് 11.4 ലക്ഷം രൂപയുമാണ് പിടികൂടിയത്. കള്ളപ്പണം കടത്തുകയായിരുന്ന കാസർഗോഡ് തളങ്കര സ്വദേശി ഷബീറാണ് കുമ്പള പോലീസിന്റെ പിടിയിലായത്. രഹസ്യ വിവരത്തെ തുടർന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ സ്ക്വാഡും കുമ്പള പോലീസും ആരിക്കാടി ടോൾ ബൂത്തിന് സമീപത്ത് നടത്തിയ വാഹന പരിശോധനയിലാണ് ഹവാല പണം പിടികൂടിയത്. കാറിന്റെ ഹാൻഡ് ബ്രേക്ക് ഭാഗത്ത് പ്രത്യേക അറയുണ്ടാക്കിയാണ് പണം സൂക്ഷിച്ചിരുന്നത്. മംഗളൂരുവിൽ നിന്നും കാസർഗോഡ് ഭാഗത്തേക്ക് വരികയായിരുന്നു കാർ. പുലർച്ചെ 2 മണിയോടെയാണ് കാസർഗോഡ് താലൂക്ക് ഓഫീസിന് സമീപത്ത് ട്രാഫിക് സർക്കിളിനടുത്ത് വെച്ച് 11.4 ലക്ഷം രൂപയുമായി യുവാവിനെ കാസർഗോഡ് ടൗൺ പോലീസ് പിടികൂടിയത്. കണ്ണൂർ അഴീക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ PP അനൂപാണ് പിടിയിലായത്. പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച രേഖകൾ ഹാജരാക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടുവെങ്കിലും കുറ്റാരോപിതന് ആവശ്യമായ രേഖകൾ കാണിക്കാൻ കഴിഞ്ഞില്ലെന്ന് പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കി. ഇതിനെ തുടർന്ന് പണം കസ്റ്റഡിയിലെടുക്കുകയും കേസ് രജിസ്റ്റർ ചെയ്ത് നിയമ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. തിരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ പ്രാബല്യത്തിൽ വന്നതിനെ തുടർന്ന് സംശയാസ്പദമായ വാഹനങ്ങൾ ലക്ഷ്യമാക്കി പ്രത്യേക പരിശോധനാ സംഘങ്ങൾ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ സജീവമായി പ്രവർത്തിച്ചു വരികയാണ്. ഇതിന്റെ ഭാഗമായാണ് രാത്രികാല പരിശോധനയും ശക്തമാക്കിയത്. ന്യൂസ് 14 ലൈവ്, കാസർഗോഡ്.